പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. Let him come and give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. നമസ്കാരം. അമ്പൊന്നും കൊള്ളാത്തവരില്ല കരുക്കളി. ഈ പഴമൊഴി പോലെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് കണ്ടു നോക്കിയാൽ ഈ കൈകൾ ശുദ്ധം എന്ന് വെറുതെയെങ്കിലും പറയാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ പേരിന് പോലും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം. തെക്ക് നിന്നും കണക്കെടുത്താൽ കഴക്കൂട്ടത്ത് മത്സരത്തിനിറങ്ങുന്ന കടകംപള്ളി സുരേന്ദ്രന് തന്നെ ആദ്യ ഉദാഹരണമായി നമുക്ക് നോക്കാം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ കൃത്യമായും ഒന്ന് പരിശോധിച്ചാൽ കഴക്കൂട്ടത്തുകാരുടെ വീടിന്റെ ഉമ്മറത്ത് പോലും വോട്ട് ചോദിച്ച് കാല് കുത്താൻ അമ്മ പെങ്ങന്മാർ അദ്ദേഹത്തെ അനുവദിക്കുമോ എന്നത് സംശയമാണ്. ലൈംഗിക അപവാദങ്ങളിൽ സഖാക്കളെ കടത്തിവെട്ടാൻ ഇതുവരേക്കും മറ്റൊരു അവതാര പിറവിയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം. ഇക്കൂട്ടത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു പേരാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റേത്. സ്ത്രീ പീഡകരെ കാത്തുരക്ഷിക്കുന്ന പാർട്ടിയും ഇക്കുറി ഈ വിരുദ്ധനെ മത്സരത്തിന് ഇറക്കുന്നു എന്നതാണ് ഏറെ വിചിത്രമായ സത്യം. ആരോപണ വിധേയർ മാറി നിൽക്കട്ടെ എന്ന പൊതുമര്യാദയെ പോലും മാറ്റിമറിച്ചുകൊണ്ടാണ് കഴക്കൂട്ടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി കടകംപള്ളി സുരേന്ദ്രനെ ഇറക്കുന്നത്. അല്ലെങ്കിലും ഇക്കുറി LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ സ്ഥാനാർത്ഥികളുടെ യോഗ്യത സാധാരണക്കാരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് നമുക്ക് കാണാം. ഇവിടെ കടകംപള്ളിക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുതല്ല. പെൺമക്കളുള്ള വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രനെ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ സ്വപ്ന സുരേഷ് കടകംപള്ളി തന്നെ ഫോൺ സെക്സിന് നിർബന്ധിച്ചു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുകയുണ്ടായി. താൻ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാറില്ല എന്നും കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. Let him come and give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് കാട്ടി പോത്തൻകോട് സ്വദേശിയായ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ മുനീർ DGPക്ക് പരാതി നൽകിയിരുന്നു. മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തു എന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമെന്നതായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് എടുക്കണമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മുൻപും കടകംപള്ളിയുടേത് എന്ന തരത്തിൽ അശ്ലീല ചുവയോടുകൂടി സ്ത്രീകളോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ഇവിടെ കൃത്യമായും ഇരയായ സ്വപ്ന സുരേഷ് തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നേരിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു. എന്തായാലും സ്വന്തം പാർട്ടിയിലെ പീഡകരെ സംരക്ഷിച്ചു മാത്രം ശീലിച്ച പാർട്ടി കടകംപള്ളിയെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, ഇക്കുറിയും സ്ഥാനാർത്ഥി പട്ടം തന്നെ കൊടുത്ത് കഴക്കൂട്ടത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. മിഠായി കണ്ട കുട്ടിയുടെ കൊതിയോടുകൂടി പെണ്ണുങ്ങളെ കണ്ടാൽ വെള്ളം മൂറി നിൽക്കുന്നയാളാണ് കടകംപള്ളി എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ അത് സത്യമല്ല എങ്കിൽ ഒരു മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കാൻ പോലും ഈ മഹാൻ തയ്യാറായില്ല എന്നതിൽ നിന്ന് തന്നെ സ്വപ്നയുടെ ആരോപണങ്ങൾ കടകംപള്ളി സമ്മതിക്കുന്നു എന്ന് വ്യക്തം. എന്തായാലും കഴക്കൂട്ടത്തുകാരാണ് ഇനി തീരുമാനിക്കേണ്ടത്.